നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. നല്ല ബസുമതിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നല്ല തിളച്ചരുമ്പോഴത്തേക്കുമാണ് ഈ ബസുമതി അരി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. ബസുമതി അരി ഇട്ട് കൊടുത്തതിന് ശേഷം അരി വെന്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്കതിനാവശ്യമായിട്ട് കുറച്ച് ഉള്ളിയും ക്യാരറ്റും 2 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നേരത്തെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 എഗ്ഗ് നല്ല മിക്സ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം 2 എഗ്ഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇട്ട് വഴറ്റുക. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് നല്ല രീതിക്കൊന്ന് അടി പിടിക്കാതെ ശ്രദ്ധിച്ചോളണം. നമുക്കങ്ങനെ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോഴത്തേക്കും വൈകിട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി സോസ്, ഞാനിപ്പോൾ ഇവിടെ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഇത് 3ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ആവശ്യമായിട്ട് വരും. അതോടെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് വാർത്ത് വെച്ചിരിക്കുന്ന അരി ചോറ് നമുക്കിതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ലേശം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്.